ക്യാൻസർ രോഗനിർണയത്തിനു മുതൽ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനു വരെ നായ്ക്കൾ. കേരള പോലീസ് അക്കാദമി സാധാരണക്കാർക്കായി ഒരുക്കുന്ന ഡോഗ് ട്രെയിനിംഗ് കോഴ്സ് ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി ഒരുക്കുന്ന സർട്ടിഫൈഡ് കോഴ്സ് കൂടിയാണ്. 30 പേർക്കായി ഒരുക്കിയ കോഴ്സ് 3 മാസം നീണ്ടു നിൽക്കുന്നതാണ്. നായകളെ പരിശീലിപ്പിക്കുക അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പ്രൈവറ്റായി ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു സർട്ടിഫൈഡ് കോഴ്സ് ഒരുക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അത് കേരള പോലീസ് അക്കാദമിയുമായി സഹകരിച്ചാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കൊടുക്കുന്ന ഒരു സർവകലാശാലകളും നിലവിലില്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ സ്ട്രീറ്റ് ഡോഗ്സ് കൊണ്ട് നേരിടുന്ന ഇഷ്യൂസ്, അപ്പോൾ സമൂഹത്തിൽ മൊത്തത്തിലൊരു അവയർനെസ്, ഈ കൃത്യമായിട്ടുള്ള ഡോഗ്സിനെ എങ്ങനെ പരിപാലിപ്പിക്കണം എന്നറിയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരം കിട്ടുമെന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. നായ്ക്കളുടെ ഉപയോഗം ഈ പോലീസിൽ മാത്രമല്ലാതെ തന്നെ ഒരുപാട് മേഖലകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഡോഗ്സ് ഹോസ്റ്റലുകളിൽ അതിൻ്റെ ട്രെയിനിങ് അത്യാവശ്യമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടി അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇത് ആരും തന്നെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇത് പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും ഈ നായ്ക്കളെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, അതിൻ്റെ ട്രെയിനിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പം ഒരുപാട് ട്രെയിനിങ് പുറത്തുണ്ടെങ്കിൽ അതെല്ലാം ഒബീഡിയൻസ് കാര്യങ്ങൾ അങ്ങനെ. ഇപ്പം നമുക്ക് ട്രാക്കിങ്ങിനെ കുറിച്ച്, അതുപോലെ ഈ ക്രൈം ഡോഗ്സിനെ എങ്ങനെ ക്രൈം സീൻസിൽ യൂസ് ചെയ്യുന്നു, പോലീസ് ഫോഴ്സിൽ അതിനെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു, അതിൻ്റെ ട്രെയിനിങ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീപ്പ് നോളജ്, അതാണ് ഈ കോഴ്സിൻ്റെ ഒരു പെക്യുലാരിറ്റി. ഇങ്ങനെ കേരളത്തിലോ ഇന്ത്യയിലോ ഞാൻ ഇങ്ങനത്തെ ഒരു അവസരം കണ്ടിട്ടില്ല. ആസ് എ ഒരു കോമണർ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ട്രൈ ചെയ്ത് നോക്കാമെന്നുണ്ടായിരുന്നു, കിട്ടുമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്ലൈ ചെയ്തു, കിട്ടി. എൻ്റെ ലൈഫിലെടുത്ത ഒരു നല്ലൊരു ഡിസിഷൻ. കേരളത്തിൽ എവിടെയും ഇല്ലാത്ത വലിയൊരു അവസരമായി തന്നെയാണ് എല്ലാവരും തന്നെ ഈ ഒരു കോഴ്സിനെ കാണുന്നത്. എന്തായാലും അധികം ഒരുപാട് ആളുകളാണ് ഈ ഒരു കോഴ്സിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നതും. എന്തായാലും ഇനിയും ഒരുപാട് പേർ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. MS ലിഷോയ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ലിഷോയ്, ഈ പോലീസ് നായ അവയ്ക്ക് നൽകുന്ന ട്രെയിനിങ്, അവയുടെ സേവനത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കേരള പോലീസുമായി ചേർന്നുകൊണ്ട് ഈ സാധാരണക്കാർക്കായി അവയുടെ വളർത്തുനായകൾക്കൊക്കെയായി വേണ്ടിയിട്ടൊരു ട്രെയിനിങ് ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഒരു ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അത് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നായി കൂടി മാറുമല്ലേ. ഇതിനെ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതായിരിക്കും. നായ്ക്കൾക്ക് പരിശീലനം നൽകുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതായത് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ടാകും തങ്ങളുടെ നായ്ക്കളെയൊക്കെ പരിശീലിപ്പിക്കുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് ഡോഗ് ട്രെയിനർ ആകുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതിനൊക്കെ തന്നെ ഒരു അവസരം നമ്മുടെ നാട്ടിൽ വളരെ കുറവാണെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായ അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റൊക്കെ നേടി അങ്ങനെ ട്രെയിനിങ് ഒക്കെ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ളൊരു അവസരമാണ് പോലീസ് അക്കാദമി ഒരുക്കുന്നത്. ഈ കോഴ്സിന് 1 ലക്ഷം
ലക്ഷത്തോളം രൂപയാണ്. 1 ലക്ഷം രൂപയും GSTയുമാണ് ആ കോഴ്സിൻ്റെ ഒരു കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ 3 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. അതിൽ ഈ പങ്കെടുത്തവരുടെ എല്ലാം തന്നെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു പണത്തിനേക്കാൾ ഏറെ വിലമതിക്കുന്ന ഒരു ട്രെയിനിങ് ആണ് അവിടെ ലഭിക്കുന്നതെന്നാണ്. കാരണം മറ്റൊന്നുമല്ല, കെടാവർ നായകളുടെ ട്രെയിനിങ് മാത്രമല്ല, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നർക്കോട്ടിക് ഡ്രഗുകളൊക്കെ തന്നെ കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ, പിന്നീട് കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ ട്രെയിനിങ്ങുകളും, അതായത് പോലീസ് നായ്ക്കൾക്ക് ലഭിക്കുന്ന ട്രെയിനിങ്ങുകൾ അതൊക്കെ എങ്ങനെയാണ് നായ്ക്കൾക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒബീഡിയൻ ട്രെയിനിങ്ങുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു അവസരം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് 30 പേർ മാത്രം, 30 പേർക്കെന്ന് പറയുമ്പോൾ ഇത് സാധാരണക്കാർക്കുള്ള കോഴ്സാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇത് നടത്തുന്നത്. അതിനു വേണ്ടിയുള്ള നായ്ക്കളെയൊക്കെ തന്നെ ഈ പോലീസ് അക്കാദമി തന്നെ കുറച്ച് നായ്ക്കളെ വാങ്ങിയിട്ടുണ്ട്. സ്വന്തം നായ്ക്കളെ കൊണ്ടുവന്നാലും അവിടെ ട്രെയിനിങ്ങിന് പങ്കെടുക്കാവുന്നതും ആണ്. എന്തായാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നവർക്കെല്ലാം ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു കോഴ്സ് എന്തായാലും നടത്തുന്നത്. മാത്രമല്ല വെറും 30 പേർക്ക് മാത്രമുള്ള കോഴ്സ് ഇപ്പോൾ തന്നെ ഓരോ തവണയും ഈ കോൾ ഫോർ ചെയ്യുമ്പോൾ ആദ്യഘട്ട പരിശീലനത്തിന് തന്നെ 100-ലധികം ആളുകളാണ് ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ട പരിശീലനം ഇപ്പോൾ ആരംഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അതിനും ഒരുപാട് ആളുകൾ ആപ്ലിക്കേഷൻ നൽകുന്നു. ഇപ്പോൾ തുടക്കത്തിൽ ആ ഫീസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കെങ്കിലും കണ്ണു തള്ളിയ പലരും ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടല്ലോ, അപ്പോൾ ആദ്യഘട്ടത്തിലായാലും പിന്നീട് രജിസ്റ്റർ ചെയ്തതായാലും ഈ ട്രെയിനിങ് ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സ്വന്തം നായ്ക്കളെയൊക്കെ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ട്രെയിനിങ് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, പോലീസ് നായ്ക്ക് ലഭിക്കുന്ന ആ ട്രെയിനിങ് അതേ രീതിയിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളത് ഏറെ ഗുണം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ശരി ലിഷോയ്.